ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നിക്ക എന്റെ മകനായി പോയില്ലേ. അച്ഛാ, ഞാൻ ഈ പൂക്കളൊക്കെ എടുക്കാനേ. എന്താ? അല്ല, അമ്പലത്തിൽ പോകുമ്പോഴേ മാല കെട്ടാനായിട്ട് പൂക്കൾ എടുക്കായിരുന്നു. എന്നും പോവൂ അമ്പലത്തില്? പറ്റുമ്പോഴൊക്കെ പോവാറുണ്ട്. ഞങ്ങള് വന്നതെന്തിനാണെന്ന് മനസ്സിലായോ? അത് പിന്നെ മനസ്സിലാവാതിരിക്കും അമൃത. വരൂ, അകത്തിരിക്കാം. കഴിച്ചാട്ടെ. രണ്ടു കൂട്ടർക്കും കാര്യങ്ങൾ അറിയാവുന്ന സ്ഥിതിക്ക് ഒരു മുഖവുരിയുടെ ആവശ്യമില്ലല്ലോ. ദേവികയെ എന്റെ മകൻ സിദ്ധാർത്ഥിന് വേണ്ടി പെണ്ണ് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് അത് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്റെ അഭിപ്രായം തന്നെയാ. അതെങ്ങനെ നടക്കും? രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തണമെന്നല്ലേ നമ്മൾ ആദ്യം തീരുമാനിച്ചത്. എന്റെ മകൻ ശരത്തിന്റെ അവസ്ഥ അറിയാലോ. അവന്റെ കാലിലെ പ്ലാസ്റ്റർ മാറ്റണം. എന്നാലല്ലേ കല്യാണം നടത്താൻ പറ്റൂ. രണ്ട് കല്യാണം ഒന്നിച്ച് നടത്താവുന്ന നമ്മൾ ആലോചിച്ചെന്നുള്ളത് നേരെ. എന്ന് വെച്ചേ അങ്ങനെ തന്നെ നടത്തിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവരുടെ ഇഷ്ടം മറിച്ചാണെങ്കിൽ ആദ്യം ദേവികമ്മയുടെയും സിദ്ധുവിന്റെയും കല്യാണം നടക്കും. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. നിങ്ങളുടെ മകളുടെയും മരുമകളുടെയും കാര്യമാണ്. അഭിപ്രായം പറയുന്നതിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. എന്താന്ന് വെച്ചാ ആലോചിച്ച് തീരുമാനിക്ക്. ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. അമ്മ എന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയെ? പിന്നെ പറയാതെ. പറയാനുള്ളത് ഏത് സഭയിൽ കയറിയും പ്രഭാവതി പറയും. എനിക്കതിൽ പേടിയൊന്നുമില്ല. അല്ല, നിങ്ങളെന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? അങ്ങോട്ട് ചെല്ലമ്മേ, ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. കല്യാണം അച്ഛനും മരുമോളും കൂടി നടത്തിയാ മതി. ഞങ്ങളുടെ സഹകരണമൊന്നും പ്രതീക്ഷിക്കണ്ട. എന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ദേവികമോളെന്ന് വെച്ചാൽ വലിയ ജീവനാ. ദേവികമോള് കല്യാണം കഴിച്ചു പോകുന്ന ഒട്ടും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാ കേട്ടോ അവർ പുറത്തേക്ക് വരാത്തത്. അതൊന്നും സാരമില്ല. ഇന്നിപ്പോ ഞങ്ങൾ വന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാരും കൂട്ടി മറ്റൊരു ദിവസം വരാം. അപ്പ കണ്ടാ മതി അവരെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അടുത്ത വരവിന് തീയതി അറിയിക്കാം. ശരി. ഓ, ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം പറയാൻ പറഞ്ഞു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞല്ലോ. എത്രയും പെട്ടെന്ന് എന്ന് ഉദ്ദേശിച്ചത് അടുത്ത മാസമെങ്കിൽ അടുത്ത മാസം എന്ന അർത്ഥത്തിലാണ്. അല്ലേ അച്ഛാ? അതെ. വിരോധമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എനിക്കെന്ത് വിരോധം? മോക്കോ? ദേവിക്ക് എന്ത് വിരോധം ഉണ്ടാകാനാണ്? സന്തോഷമല്ലേ ഉള്ളൂ. സിദ്ധു ആണെങ്കിൽ നാളെയെങ്കിൽ നാളെ എന്ന രീതിയിലാണ് നിൽക്കുന്നത്.
കുട്ടികളുടെ തിടുക്കം നമുക്ക് ഊഹിക്കാം. അതുപോലല്ലോ മുതിർന്നവര്. ഒരു കല്യാണം എന്ന് പറയുന്നതേ നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. എന്തെല്ലാം ആലോചിക്കാനുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഞാൻ എന്തിനും തയ്യാറാ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ഇറങ്ങട്ടെ. ചില കാര്യങ്ങള് ഇങ്ങനെയാ മോളെ. നമ്മൾ എത്രയൊക്കെ ഒഴിവാക്കാൻ നോക്കിയാലും ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല. അത് നടക്കുക തന്നെ ചെയ്യും.